എന്നെ കാണാൻ വേണ്ടിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് വന്നേക്കും അല്ലേ? പേരെന്ന് പറയുവോ? റിതു. റിതു എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രിവാൻഡ്രത്തു നിന്ന് ലക്ഷദ്വീപിൽ വന്നിട്ട് കുറെ പ്രാവശ്യം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. ഞാൻ ലക്ഷദ്വീപിലുണ്ട്, മേഡത്തിനല്ലേ അത്, കാണാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കാണാം. പക്ഷെ ഇതാ ഇപ്പൊ ഇവിടെ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ വന്ന്. ആണോ? അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം എന്നെ കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ വരെ വന്നല്ലോ. എങ്കിലും ഞാൻ ഓർത്ത് ആരായിരിക്കും, താഴത്തെ മോളൊക്കെ എപ്പോഴും കയറി വരും, ഞാൻ ഓർത്ത് അവളായിരിക്കും എന്ന്. അതല്ലേ നല്ല നല്ല രീതിയിലുള്ള പറഞ്ഞു തരുന്ന രീതിയിൽ നാട് കണ്ടതുപോലെ പറഞ്ഞു കൊതിമൂത്ത് ഞാനിങ്ങനെ ഓടി വന്നു. ആണോ? അയ്യോ, ഇപ്പൊ ഇങ്ങോട്ട് ജസ്റ്റ് വന്ന് കേറിയതേ ഉള്ളൂ. ഒറ്റയ്ക്കാണോ വന്നേക്കുന്നേ? ആണോ? ഓ, സ്കൂൾ ടീച്ചറാണ്. എവിടെയാ? ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചറാണ്. ആണോ? അപ്പൊ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോകാം. ഞാനൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ജാസ്മിനും ഞാനൊരു എന്റെ വക അതെല്ലാം കണ്ടു ഞാൻ വിചാരിച്ചു ശരി വന്നേ പറ്റും. എനിക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്നെ കാണാൻ. അവിടെ നിന്ന് ഇവിടെ വരുന്ന കുറെ പേരൊക്കെ, കേരളക്കാരൊക്കെ വരുന്നവരൊക്കെ ഇങ്ങനെ എന്നെ കാണുമെന്ന് പറയുന്നുണ്ട്. കുറെ പേര് ഇവിടെ വണ്ടിയൊക്കെ ഓടിക്കുന്നവരൊക്കെ പറയുന്നുണ്ട് എന്നെ തിരക്കിയിട്ടുണ്ടെന്ന്. പക്ഷെ ഞാൻ വൈകുന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ജസ്റ്റ് വണ്ടി എടുത്തിട്ട് പോകും. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കട കണ്ടുപിടിച്ചു. പറഞ്ഞു ക്യാബിൽ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി ഡ്രൈവറോട് പറഞ്ഞിട്ട് ഞാൻ കട നോക്കി വെച്ചിരുന്നു. പിന്നെ ഇന്ന് ഇവിടെ വന്നിട്ട് ഞാനിങ്ങനെ ആണോ? അപ്പൊ നമുക്ക് പുറത്ത് പോകാം. ആ ശരിയെങ്കിൽ. അറിയുവോ? അയ്യോ, ഒരു സങ്കടം പോലെ വരുന്നില്ലേ? ആ, പേരറിയുവോ? നിങ്ങൾ മിനിക്കോയാണോ? ആണോ? മോന്റെ പേരെന്തുവാ? ഉബാറക്കോ? അവരുടെ ഭാഷ പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാസ് വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ പുതിയതായിട്ട് ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്ന് എന്നെ കാണാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപ് വരെ വന്നതാണ്. ചേച്ചിയുടെ പേര് പറഞ്ഞേ? റിതു ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ അടുത്ത് വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ 2 ദിവസത്തിന് മുമ്പ് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഞാൻ ലക്ഷദ്വീപിലുണ്ട്, എന്നെ വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന് കാണാൻ പറ്റുമെന്ന്. പക്ഷേ വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റിൽ പറയുന്നുണ്ടല്ലോ. ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വീട്ടിൽ വന്നിട്ട് കോളിംഗ് ബെൽ അടിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ഭയങ്കര ഒരു എന്താ പറയുന്നത്, അത് ഭയങ്കര സന്തോഷമായി. സത്യമായിട്ട് ജയിച്ചിരിക്കുന്നു. എത്രത്തോളം അത് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഭയങ്കര സന്തോഷം. ഇവിടെ വരുന്ന ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ട്. കാണുമ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വന്നു. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ട്? പറഞ്ഞു. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ജാസ്മിൻ്റെ വീഡിയോസാണ്. വീഡിയോസ് കണ്ട് കൊതിമൂത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അന്ന് തൊട്ട് എന്നെ അന്വേഷിക്കുമായിരുന്നല്ലേ? എന്തായാലും വന്ന് കണ്ട് ഭയങ്കര സന്തോഷം. പറ, ചേച്ചിയുടെ നാട്? തിരുവനന്തപുരത്താണ്. ഞാനൊരു സ്കൂൾ ടീച്ചറാണ്. ഇതെൻ്റെ സോളോ ട്രിപ്പാണ്. അതെ, എനിക്കിവിടെ വന്ന് ഇവിടുത്തെ നാടും നാട്ടുകാരെയും ഒക്കെ വളരെ ഇഷ്ടമായി. ഇപ്പം ഇവിടുത്തെ ഭക്ഷണം ഒക്കെ ഒന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മളിന്ന് മേടിച്ചത് ഫിഷ് കട്ട്ലറ്റ്. അപ്പൊ ഇതിനിടയ്ക്ക് കവരത്തിക്ക് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? കവരത്തിയിൽ 3 ദിവസമുണ്ട്. ഇവിടെ വന്നിട്ട് നേരെ കവരത്തിക്ക് പോയിട്ട് ഇന്നലെയാ ഇങ്ങോട്ട് വന്നത്, അകത്തിയിൽ വന്നത്. അപ്പൊ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. ഇന്ന് രാവിലെ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്തല്ലേ? സ്നോർക്കലിംഗ് ഇന്ന് ചെയ്തു. കവരത്തിയിൽ ഞാൻ സ്ക്യൂബ ചെയ്തു. കവരത്തിയിലാണ് ചെയ്തല്ലേ? അപ്പം അങ്ങനെ ഒരു സോളോ ട്രിപ്പായിട്ട് ടീച്ചർ വന്നേക്കാം. ടീച്ചർ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനാണ്. കാരണം ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തൊക്കെ വരാനുള്ള. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, വേറെ എവിടെയും പോകുന്ന പോലെയല്ലോ, ലക്ഷദ്വീപിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല. മനുഷ്യരെ പേടിക്കണ്ട, പട്ടിയെ പേടിക്കണ്ട, പാമ്പിനെ ഇവിടെ പേടിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സോളോ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും സോളോ വരാം. പക്ഷേ ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. എനിക്ക് വന്നപ്പോൾ തൊട്ട് ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ. പിന്നെ എനിക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, റൂമിലുണ്ടത്. എന്നാലും സന്തോഷത്തോടെ നമ്മളെ കാണാൻ വന്ന് അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ ഇപ്പം ഇനി 2 ദിവസം കൂടെ ഉണ്ടാവും സൗണ്ട് കൂട്ടിയത്. മരൊക്കെ വീഡിയോ എടുത്ത് തരുന്നവന്മാരാ. നീ എന്നെത്തി? ഫാൻസ് മാര്, നീ എന്നെത്തി? എന്നിട്ട് വന്നിട്ട് കണ്ടതേ ഇല്ലല്ലോ. ആരാന്ന് ചോദ്യം? പരിചയപ്പെട്.
ഞാൻ അതിന് ആദ്യം ജാസ്മിനെ കാണണം, അത് കഴിഞ്ഞ് ജാസ്മിന്റെ വീഡിയോസ് ആണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ 11-ാം തീയതി വന്നതാണ്. വന്നിട്ട് ഞാൻ ഇയാളെ അന്വേഷിച്ചപ്പോ എല്ലാം കിട്ടിയില്ല. ഇന്നാ കിട്ടിയത് എനിക്ക്. ഞാൻ കവരത്തി പോയി ഇടയ്ക്ക്. അല്ല, എനിക്ക് ഞാൻ വന്നതിന്റെ അന്ന് കട കണ്ടുപിടിച്ചു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ബോട്ടിന് ടൈം ആയത് കാരണം ഞാൻ പോയിട്ട് ഇന്നലെ എത്തിയതേ ഉള്ളൂ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. കവരത്തിയിലും എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നാ കണ്ടേ, ഇന്നിപ്പൊ വൈകിട്ട്. എന്താ ഇന്നാണ് ഇയാളെ കിട്ടിയത്. അല്ല, അന്ന് 3 മണി സമയം. പക്ഷെ ഇന്നും ഞാൻ മിസ് ചെയ്ത് ഞാൻ അങ്ങനെ നിന്നപ്പോ 2 ചെറിയ കുട്ടികൾ അതുവഴി വന്നു. അടുത്ത ഷോപ്പിലുള്ളവര് ആ കുട്ടികളുടെ കൂടെ കൂട്ടി ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ വന്ന് കണ്ടുപിടിച്ചതാ, വീട്ടില് തിരക്കി വന്ന്. അതാ എനിക്ക് വേണ്ട നല്ല എന്താ ഫിഷ് കട്ട്ലറ്റ്. ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നല്ലേ, ഞങ്ങള് ചേച്ചി ഒരു ചായയൊക്കെ കുടിച്ചിട്ട്. നീ എവിടെ പോയിനി? എപ്പോ വന്നതാ? നീ കടമത്തിന്ന് വന്നിട്ട് എന്നെ കാണാനേ ഇല്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടില്ല. ഞാൻ നിന്നോട് പറഞ്ഞ കടമത്തിന്ന് വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണേന്ന്. അങ്ങോട്ട് ചോദിച്ചു വിട്. അത് ഞാൻ കണ്ട് ബൈക്ക് ഓടിക്കുന്നൊക്കെ. ബൈക്ക് ഓടിന്റെ ഗ്രൂപ്പിലൊക്കെ അയച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ നാട് മൊത്തം അറിഞ്ഞു. കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ഉണ്ട്. ഓ, സ്വന്തമായിട്ട് അങ്ങ് ചോദിക്കുവാ. ഇച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം നമുക്ക്. ബാ, എന്താ ഇനി എന്തത്തിൽ പോവാൻ? ഓട്ടോയിലല്ലേ? ബാ, ഇച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം. ബാ, ചുമ്മാ നോക്കിയുടെ എല്ലാം ഒന്ന് കണ്ടിട്ട് പോകാം എന്തായാലും. അപ്പം നമ്മളിതേ വന്നേക്കുന്നത് അന്താം ബീച്ചിൽ. നമ്മൾ മിക്ക ദിവസം വൈകുന്നേരം ഇങ്ങോട്ട് വരും. ഇവിടെ ഇന്ന് ഇച്ചിരി തിരക്ക് കുറവുണ്ടോ? ഉണ്ട്, എന്നാലും വരും ആൾക്കാർ. വരും. സീറ്റുണ്ടല്ലോ. കുറേ ഊഞ്ഞാലുകളൊക്കെ കുറേ പേര് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. കവരത്തി മൊത്തം കണ്ടു ഞാൻ. ഇല്ല, ഞാൻ നടന്നു. ഫുള്ള് നടന്ന് എല്ലായിടവും കണ്ടെന്ന്. സൈറ്റ് സീയിങ് അവരുടെ പാക്കേജിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത് അവർ ഇതിൽ കൊണ്ടുപോയി, കാറിൽ കൊണ്ടുപോയി കാണിച്ചു. ബാക്കി ഫുള്ള് നടന്നെന്ന്. 4:30 വെളുപ്പിന് എണീറ്റ് സോളോ ട്രിപ്പാ. ഒരു രസമല്ലേ സോളോ? സോളോ എന്ത് എനിക്ക് 2 വലിയ ആൺകുട്ടികൾ. കല്യാണം കഴിഞ്ഞ ഒരു മോൻ കല്യാണം കഴിഞ്ഞു, ഒരു മോൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ടീച്ചറാണ്. ഇംഗ്ലീഷും സയൻസും പഠിപ്പിക്കും. ഇങ്ങനെ വന്നു ഫുള്ള് നടത്ത്. രാവിലെ വെളുപ്പിന് 4:30 എണീറ്റ് കവരത്തി എല്ലാം എക്സ്പ്ലോർ ചെയ്തൊന്ന്. പിന്നെ വൈകുന്നേരവും നടക്കും. നടന്ന് കാണുന്നത് നല്ല രസമല്ലയോ? അതിങ്ങനെ മെയിൻ റോഡ് വിട്ട് ഈ ഇടവഴിയിൽ കൂടെ ഒക്കെ കയറി അടുത്ത റോഡിലോട്ട് ചാടി അങ്ങനെയൊക്കെ ഉള്ളത്. അത് ശരിയാ. പക്ഷെ എനിക്ക് ഇടവഴി അറിയത്തില്ല ഇപ്പോഴും. ഇവിടെ നമ്മൾ ഈ വണ്ടി നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇടവഴി അറിയത്തില്ല. നടന്ന് തന്നെ പോണം. ഒരു ഉദ്ദേശം വെച്ച് ഞാൻ ചാടുമ്പോ കറക്റ്റായിട്ട് ആ റോഡിൽ പോകും. ഇവരെല്ലാം അഗത്തി ദ്വീപുകാര്. ഇത് ഉമ്മു നമ്മുടെ ഏതൊക്കെ വീഡിയോകളിലൊക്കെ ഉണ്ട്. ഇത് ഉമ്മുന്റെ 2 ഫ്രണ്ട്സ്. താഹിറ ടീച്ചറാ അല്ലയോ? അകത്തില്ലേ? ആണല്ലേ? പ്രൈമറി സ്കൂളിൽ തന്നെ. അപ്പൊ 2 ടീച്ചേഴ്സ് ഈ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രം. പേര് പറ, പരിചയപ്പെട്. പറയടി, നാണക്കേട് വരുന്നു. പറ.
ഇച്ചിരി ഷൈയാ. നമ്മൾ കാണാതിരുന്ന ഷൈ മാറും. എന്നെ പരിചയപ്പെടാനല്ല പറഞ്ഞത്. അയ്യോ, ലക്ഷദ്വീപിലെ കൊച്ചിന് നാണം കണ്ടോ? അങ്ങനെ ഇല്ല, ചെയർ ഇവിടെ കിടന്ന ചെയർ ഇതോ ഇപ്പൊ അവിടെ വരെ പോയി. ആ ബെഞ്ച് കണ്ടോ? ആ അവിടെ കിടന്നതാ. ആ പൂവൊക്കെ വെച്ചേക്കുന്ന ആ സംഭവത്തിന് അവിടെ ആയിരുന്നു. പിന്നെ ഒരു നോണ്ടേ രണ്ടുപേരിയ്ക്കുന്നു. അതുകൊണ്ട് അവിടെ ഇട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട്. വാ നമുക്ക് നോക്കാം. വാ. ആ ഊഞ്ഞാൽ ഇന്നാല് പൊട്ടിയായിരുന്നു. പൊട്ടിയിട്ട് വീണ്ടും കെട്ടി. അതൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന. ഇനി ഞങ്ങൾ വൈകുന്നേരം അന്താം ബീച്ച് അല്ലേ? നേരെ ഞാൻ അന്താം ബീച്ചിലോട്ടാണ് കൊണ്ടുവന്നത്. വടക്കോട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഓർത്ത് സഫ ബീച്ചിൽ കയറി ചായയും കട്ട്ലറ്റും ഒക്കെ മേടിച്ച് കൊടുക്കാമെന്ന്. ഫിഷിൻ്റെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നാൽ ഫിഷിൻ്റെ ഐറ്റംസ് അല്ലേ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ? ഒത്തിരി കൂടുതലുള്ള ഫിഷാണ്. മറ്റേ റിസോർട്ടിലൊക്കെ ചിക്കനും മട്ടനും ഒക്കെ കിട്ടിയത്. ലഗൂൺ ഫിഷ് കഴിക്കും ഇവിടെ നിന്ന് പോകുന്ന വരെ നല്ലതല്ല. ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി നാട്ടിൽ കഴിക്കുന്നതായതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് കൂടുതലും നമ്മുടെ ദ്വീപുകാരുടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം. പക്ഷെ അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ദ്വീപ് ഫുഡ്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പൊ കഴിക്കാൻ സമയമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു കട്ട്ലറ്റും ചായയും കുടിച്ചു. നമ്മുടെ വീഡിയോയിൽ ഉമ്മൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മുനെ കണ്ടിട്ടുണ്ടോ? ഓർക്കുന്നില്ല. വേറെ ഒരു നിങ്ങളൊരു 3-4 പേര് ഇതുപോലെ ഒന്നിച്ചിരുന്ന് കുറെ ഫോട്ടോസ് എടുത്തതൊക്കെ. അത് റജീദ സൽമത്തൊക്കെ ആയിരിക്കും. സൽമത്ത്. ഓ, അത് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ. സൽമത്ത് ഇവിടെ വന്നില്ല. വിളിച്ചിരുന്നെങ്കിൽ വന്നേന്. നമ്മള് വൈകുന്നേരം എവിടെയെങ്കിലും പോയി കാണുമായിരിക്കും. അതാണ് വിളിക്കാഞ്ഞത്. റജീദ ഇന്ന് വൈകിട്ട് എവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചായിരുന്നു. പക്ഷെ റജീദ അറിഞ്ഞില്ല. ഇല്ല, അറിഞ്ഞില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചോളൂ വരുന്നുണ്ടോന്ന്. ഞാൻ തന്നെ ഭയങ്കര ഷോക്കായി പോയി. സത്യം, തേടി വന്നപ്പോഴേ വരുന്ന ഒത്തിരി പേര് കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ തേടി വീട്ടിൽ വരുമ്പോൾ നമുക്കതൊരു സന്തോഷം വേറെ അല്ലേ. എനിക്ക് എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം? ഞാൻ ഫേസ്ബുക്ക് നോക്കിയിട്ട് എനിക്ക് കിട്ടി. ഇൻസ്റ്റയിലില്ലേ? അതാണ് ഇനി ഇൻസ്റ്റ ഒന്ന് തുടങ്ങിക്കോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇൻസ്റ്റ തുടങ്ങണം. 2 വീലറിന്റെ ലൈസൻസ് എടുക്കണം. കവരത്തിലല്ലേ? കവരത്തി പോയപ്പോ എടുത്താ പോരായിരുന്നു? പെട്ടെന്ന് അങ്ങനെ പഠിക്കണ്ടേ? ഓട്ടിക്കാൻ അറിയത്തില്ലേ? കാർ ഓട്ടിക്കും. 2 വീലർ നാട്ടിൽ പോയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ലൈസൻസ് എടുക്കാൻ വേണ്ടി 2 വീലറിന്റെ എടുക്കണം. എന്നിട്ട് അടുത്ത പ്രാവശ്യം ലക്ഷദ്വീപിൽ വരുമ്പോൾ നമുക്ക് സ്കൂട്ടർ ഓടിച്ചു പോകണം. എനിക്കും അറിയില്ല അധികം ഒന്നും. കുറച്ചറിയാം. അല്ല, ഞാൻ പണ്ട് എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ രണ്ടും ഒന്നിച്ചാണ് എടുത്തത് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. 4 വീലറും 2 വീലറും. 2 വീലർ യൂസ് ചെയ്യാതെ ആയി. ഇപ്പൊ ഒരു പേടി. ലൈസൻസ് എക്സ്പയർ ആയി. ലൈസൻസ് എക്സ്പയർ ആയി. അപ്പൊ ഇനി എടുക്കണം. എന്തായാലും എടുത്ത് ഓടിക്കണം. അപ്പൊ ബസ്സിൽ സ്കൂളിൽ പോകുന്ന വരുന്നത്? എനിക്ക് സ്കൂൾ ബസ് വീട്ടിന്റെ ഫ്രണ്ടിൽ വരും. അപ്പൊ കുഴപ്പമില്ല. ഞാൻ വൈക്കത്താ പഠിച്ചത്. അത് ശരി. നമ്മൾ പറഞ്ഞായിരുന്ന ആള് ടീച്ചറാ. ട്രിവാൻഡ്രത്ത്. സ്കൂളിന്റെ പേരെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ കാണട്ടെ. ട്രിവാൻഡ്രം ഇന്റർനാഷണൽ സ്കൂൾ. കുഞ്ഞുങ്ങൾക്കെല്ലാം ഹായ്. ടീച്ചർ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. 2 മക്കളുണ്ട്. ഒരാള് ഹൈദരാബാദില്, ഒരാള് ഡെറാഡൂണില്. ആർമി. ഇല്ല ഇല്ല, അയാള് അവിടെ ഒരു കോളേജിൽ പഠിക്കുകയാണ്. രണ്ടാളും പഠിക്കുകയാണോ? അല്ല, മൂത്താൾ കല്യാണം കഴിഞ്ഞു. യൂണിവേഴ്സിറ്റിയിലാണ്. ലക്ഷദ്വീപ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നല്ല ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്. എനിക്ക് ഒരുപാട് ആക്ടിവിറ്റി ഒക്കെ ചെയ്തോ? സ്ക്യൂബ ഡൈവിങ് ചെയ്തു. അയ്യോ, കയാക്കിംഗ് വേണം.
ഇല്ല, അങ്ങനെ പത്രമായി പിടിച്ചിട്ട് ഇരുന്നാൽ മതി. ഇവിടെ അടുത്ത് വന്നിട്ട് അവിടുത്തെ ഇന്ന് ഞാൻ സ്നോർക്കലിംഗ് ചെയ്ത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഡൈവ് ഉണ്ടോ? ഡൈവിങ്, സ്ക്യൂബ ഡൈവിങ് ആ നല്ലതായിരുന്നു. സൂപ്പർ. അതൊക്കെയാണ് ലക്ഷദ്വീപിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഞാൻ അതെല്ലാം ചെയ്തതാ. റിലാക്സ് ചെയ്യാനും മൈൻഡ് കുറച്ച് റിലാക്സ് ചെയ്യാനും ടെൻഷൻ ഫ്രീ ആകാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലക്ഷദ്വീപിലോട്ട് വന്നാൽ മതി അല്ലേ? കുറേ നേരം ഇങ്ങനെ ബീച്ച് നോക്കി ഇരിക്കുമ്പോഴേ ഒരു ഭയങ്കര രാവിലെയൊക്കെ പോയി അപ്പുറത്ത് പോയി നിന്നാൽ മതി, സൂര്യൻ പൊങ്ങി വരുന്ന. സൺറൈസ് ആകുമ്പോഴും എന്താ സ്കൂളിലെ വർക്ക്, യാത്ര ഇതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് ഭയങ്കര വ്യത്യാസം. പക്ഷെ വീട്ടിലെത്തുമ്പോൾ ഒരു രാത്രിയൊക്കെ ആവുമല്ലോ അല്ലേ? ഡ്യൂട്ടി വീട്ടില് 5 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വീടെത്തും. എന്നിരുന്നാലും വർക്കുണ്ട്, സ്കൂൾ വർക്ക് തന്നെ, കറക്ഷൻസും കുറേ കാണാം. വർക്കിൽ നിന്നൊക്കെ മാറി കുറച്ച് ദിവസം നമുക്ക് റിലാക്സ് ചെയ്ത്. സ്കൂളിന് 10-നല്ലേ തുറക്കുന്നത്? ഞങ്ങളുടേത് ജൂൺ 16 ടീച്ചേഴ്സിന് തുറക്കും, 23 കുട്ടികൾക്ക് തുറക്കും. വീണ്ടും തിരിച്ച് ഡ്യൂട്ടിയിലോട്ട് കയറാൻ പോകാൻ നമ്മൾ ലക്ഷദ്വീപ് യാത്രയൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് എനിക്ക് പോയിട്ട് എൻ്റെ സ്റ്റുഡൻസിനൊക്കെ പറഞ്ഞ് കേൾപ്പിക്കണം. ലൈവായിട്ട് കാണാമല്ലോ. ടീച്ചർ അവരെല്ലാം കൊണ്ടുപോകും. ദൂരം എവിടെന്ന് ചോദിച്ചാൽ ലക്ഷദ്വീപിലേക്ക്. ഇനി അടുത്ത് ഞങ്ങൾ ടീച്ചേഴ്സൊക്കെ കൂട്ടിയിട്ട് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. ടീച്ചർ വന്നുകൊണ്ട് അടിച്ചു വിളിക്കുന്നത് മറ്റേ കോവർക്കേഴ്സ് ഇവിടെ ഉള്ള എന്താ ടീച്ചേഴ്സൊക്കെ നോക്കി വെച്ചു. ടീച്ചർ ഇവിടെ വന്ന് പൊളിക്കുക, ഒറ്റയ്ക്ക് പൊളിക്കുന്നു, കവരത്തി അടിച്ചു പൊളിച്ചു. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇവിടെ മാത്രം ഇവിടെ മാത്രം കണ്ടുപോകാം. വടക്ക്, ഞാൻ വടക്ക് ഭാഗത്ത്, ഞങ്ങളും വടക്ക്. ഞങ്ങളെല്ലാം അടുത്തടുത്തുള്ള വീടുകൾ. മൂന്ന് നമ്മളിവിടെ വന്ന് കാണുമെന്ന് അതിനെക്കാട്ടി വിചാരിച്ചു. ഞാൻ അറിഞ്ഞില്ല നീ വന്ന കാര്യമൊന്നും. എവിടെ കണ്ട് ഇങ്ങോട്ട് പോയെന്നുണ്ട്. കടലിൽ കൂടെ ബൈക്ക് ഓടിച്ച് എവിടെ പോയി. ഇനി അതൊന്ന് ഓടിക്കണം. ഞങ്ങളുടെ വീട് വടക്ക. ഒന്നിച്ച് തന്നെയല്ലേ? അല്ല, ഞങ്ങള് ഫ്രണ്ട്സാണ്. എല്ലാവരും ഇവിടെ വരാറുണ്ട്. ഞങ്ങൾ ഞാനും ഇവളും പിന്നെ നമ്മുടെ വേറെ ഫ്രണ്ട്സ് ഉണ്ട് പറയുന്നത്. ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ. ഇനി എന്താ, ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടി? എല്ലാ സ്ഥലവും ചായ കുടിച്ചോ? ഞങ്ങൾ കുടിച്ച് നമുക്ക് നിങ്ങൾ ഓട്ടോയില്ല വന്ന പിടിച്ചു. ഞങ്ങൾ പോയിട്ട് നമുക്ക് പോകാൻ പോയവരെ ഞാൻ പിടിച്ചു നിർത്തിയതാ. ഇല്ലയാ, പോകാൻ ഇറങ്ങിയതല്ലേ നിങ്ങളെ? ഓട്ടോ വിളിച്ചോ? ഇപ്പൊ പേര് പറഞ്ഞു. വിളിച്ചിട്ട് നാണക്കാരി. അപ്പൊ ടാറ്റ. ബാക്കി ടൈം ഫ്രീ ആണ്. അപ്പൊ ഞാനോർത്ത് ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടല്ലോ, അത് ഏത് ഭാഗത്തായിട്ട്? നമ്മുടെ ഇവിടെ ഷോപ്പ് കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് പോകുന്നു. എന്തിന്റെ മ്യൂസിയം? ഷോപ്പ് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് കാണുന്നത് ജംഗ്ഷനിൽ തന്നെ. പകലൊന്നും മ്യൂസിയം നമ്മൾ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റിന്റെ കീഴിൽ കൂടെ പോകുന്നത്. അപ്പം നമുക്ക് തിരിച്ചു പോകാം. ഇന്നത്തെ ഞങ്ങളുടെ അന്തം ബീച്ചിലെ യാത്രയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകുന്ന സമയം. ഇനിയിപ്പം എല്ലാവരെയും ഓരോരോ വണ്ടിയിൽ കയറ്റി റൂമിൽ കൊണ്ടുവന്നാക്കും. ഫോട്ടോ എടുത്തിട്ട് കുറേ പേര് വെളുത്ത് കുറേ പേര് കറുത്തെന്ന് പറയുന്നത്. ഹായ്. അപ്പോഴേ ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് തിരുവനന്തപുരത്ത് നിന്നും ലക്ഷദ്വീപിലേക്ക് ഋതു എന്ന് പറയുന്ന ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ജാസ് വ്ലോഗ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ആയിട്ട് ലക്ഷദ്വീപ് കാണണം എന്നുള്ള ഭയങ്കര ആഗ്രഹത്തോടു കൂടി ലക്ഷദ്വീപിലേക്ക് വന്നതാണ്. അപ്പോൾ വന്നത് അതിൻ്റെ ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മീറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ലക്ഷദ്വീപ് എല്ലാം എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ
ഇതിനിടയ്ക്ക് ഒരു ദിവസം നമുക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ലക്ഷദ്വീപിലേക്ക് വരുന്നുണ്ടെന്ന്. അപ്പം ഒരുപാട് പേര് ഇങ്ങനെ കമൻസ് ഒക്കെ ഇടുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹമുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ വരാൻ പറ്റും. അപ്പം നമ്മൾ ആരെയാണോ വിളിക്കേണ്ട അവരുടെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ താഴെ റിപ്ലൈ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമുക്ക് വീണ്ടും ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ലക്ഷദ്വീപിലുണ്ട്, ജാസ്മിനെ കാണാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ഓക്കെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ വരുമെന്നോ നമ്മളെ മീറ്റ് ചെയ്യുമെന്നോ എന്നൊന്നും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം നമ്മൾ ഡ്യൂട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെല്ല് കേട്ടോ. അപ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ നെയ്ബേഴ്സ് ആരെങ്കിലും വന്നതായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്തുണ്ട് 2 ചെറിയ കുട്ടികളും ഉണ്ട്, കൂട്ടത്തിൽ വേറെ ഒരാളും ഉണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പം ജാസ്മിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് തിരുവനന്തപുരത്തു നിന്ന് വന്നതാന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി കേട്ടോ. ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. കാരണം നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഒരാളിങ്ങനെ വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര, അത് പ്രത്യേകിച്ച് വീടൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്നല്ലോ, അതാണ് എനിക്ക് ഒന്നും കൂടെ അത്ഭുതമായത്. അപ്പം ഞാൻ ചോദിച്ചു നമ്മുടെ വീടൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ഫാർമസിയുടെ അടുത്ത് വന്നു. അപ്പോൾ ഉച്ച സമയത്ത് നമ്മുടെ ഷോപ്പ് ക്ലോസ് ആണ്. അപ്പോൾ ഫാർമസിയുടെ അവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരാണ് പറഞ്ഞു കൊടുത്തത്, നമ്മുടെ വീടൊക്കെ പറഞ്ഞു കൊടുത്ത് 2 ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ വന്നു. ഇങ്ങനെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണോ സങ്കടമാണോ എനിക്കറിയത്തില്ല. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലായി കേട്ടോ. ഭയങ്കര ഒരു വേറൊരു ഫീലിങ്സിലാണ് പോയത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിലൊക്കെ വിളിച്ചിരുത്തി ചായ എടുക്കാൻ പോയപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ശരി നമുക്ക് പുറത്ത് പോകാം, പുറത്ത് പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാം, അപ്പോൾ കുറച്ച് നേരം നമുക്ക് സംസാരിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ ഋതു മേഡത്തിനെയും കൊണ്ട് നേരെ സഫ ബീച്ചിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അന്താം ബീച്ചിലൊക്കെ പോയി ഇരുന്നിട്ട് വന്നു. അപ്പം ഈ ഋതു എന്ന് പറയുന്ന മേഡം ട്രിവാൻഡ്രത്ത് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതാണ്. സ്കൂളിൻ്റെ പേരൊക്കെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുട്ടികളുണ്ട്. അങ്ങനെ ഇപ്പം സോളോ ആയിട്ടാണ് നമ്മുടെ ലക്ഷദ്വീപിലേക്ക് വന്നിട്ടുള്ളതും. അപ്പം കൂടുതലായിട്ടും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് ലക്ഷദ്വീപിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് നമ്മുടെ വീഡിയോയിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനെക്കാട്ടിലും വലിയൊരു കാര്യം, മേഡം വിചാരിച്ചത് എന്നെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോയിലൊക്കെ ചിരിച്ച് കളിച്ചല്ലേ സംസാരിക്കുന്നത്, അപ്പം നേരിട്ട് കാണുമ്പോഴത്തേക്ക് ഞാൻ മിണ്ടുവോ സഹകരിക്കുവോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നെന്ന്. പക്ഷെ വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഫ്രണ്ട്ലി ആയി. പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസ് വ്ലോഗ് എവിടെയാണ് താമസിക്കുന്നത്. ഇപ്പം ഞങ്ങൾ 2 പേരുടെ വൈകുന്നേരം അങ്ങോട്ട് പോയ സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ജാസ് വ്ലോഗിനെ കണ്ടുപിടിച്ചല്ലോ, ആളിന് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഒത്തിരി പേരോട് ഇങ്ങനെ എന്നെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എനിക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുന്ന സമയത്ത് നമ്മളോട് മിണ്ടണം. നമ്മളങ്ങനെ ജാട് ഇട്ടൊന്നും നടക്കത്തില്ല. നമ്മളോട് മിണ്ടുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഇത്രയൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ വീഡിയോസൊക്കെ ഇടും, യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്യും, വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് നമ്മളെ ഇഷ്ടപ്പെടും, അവരൊക്കെ നമ്മളെ കാണാൻ വരും. ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ള കാര്യമല്ല കേട്ടോ. പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ സംസാരിക്കാൻ മടിയായിട്ട് മാറിയൊന്നും നിൽക്കണ്ട, നമ്മളോട് സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഋതു മേഡം ഇങ്ങനൊരു സോളോ ട്രിപ്പ് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെയുള്ളവരെ കാണുമ്പോഴത്തേക്കും നമുക്കും ഒരു ഇൻസ്പിറേഷനാണുള്ളത്. കാരണം ഇത്രയും ഒരു ഏജ് ആയിട്ടും ഇങ്ങനൊരു സോളോ ട്രിപ്പൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു എന്താ പറയുന്നത്, എല്ലാവർക്കും ഒന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഇപ്പം ഇവിടെ വന്നിട്ട് തന്നെ 2-3 ദിവസം കവരത്തിയിലുണ്ടായിരുന്നു. കവരത്തിയിലും ആളിങ്ങനെ വെളുപ്പിനെ ഇറങ്ങി ഇങ്ങനെ ദീപൊക്കെ കണ്ടിങ്ങനെ നടക്കുക, വൈകുന്നേരവും ദ്വീപിലൊക്കെ ഇങ്ങനെ നടക്കുക, എല്ലാവരോടും സംസാരിക്കുക. സത്യത്തിൽ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ് കേട്ടോ. നല്ലൊരാളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പം എന്നെ ഇവിടം വരെ വന്ന് കാണാൻ കാണിച്ച ഒരു മനസ്സിനല്ലേ, അതിന് ഞാൻ ഭയങ്കര താങ്ക്സ് പറയുന്നുണ്ട്. നമ്മുടെ ഒറ്റ വീഡിയോ പോലും വിടാതെ കാണുന്ന ഒരാളാണ്. അതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ വന്നു, എന്നെ കണ്ടു, എൻ്റെ കൂടെ കുറച്ച് സമയം ചിലവഴിച്ചു, അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ ഇനി ഒരുപാട് സോളോ ട്രിപ്പുകളൊക്കെ മേഡത്തിന് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.